ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമ കണ്ടു. നവാഗതനായിട്ടുള്ള അർഫാസ് അയ്യൂബ് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ആസിഫ് അലി, അമലാപ്പുഴ, ഷർഫുദ്ദീൻ എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമ. ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്നിവയൊക്കെയാണ് ഈ വീഡിയോയിൽ. മാക്സിമം സ്പോയിലേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ കാണാത്തവർക്ക് ഈ വീഡിയോ കാണാം. ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയുടെ ടീസറും ട്രെയിലറും ഒക്കെ കാണുമ്പോൾ തന്നെ സിനിമയുടെ ഒരു സൈക്കോളജിക്കൽ സ്വഭാവവും അതുപോലെ തന്നെ ഒരു സ്ലോ പേസ്ഡ് നാച്ചറും ഒക്കെ ഏകദേശം നമുക്കൊരു ധാരണ കിട്ടും. അതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ തുടങ്ങുന്നതും പിന്നീട് പുരോഗമിക്കുന്നതുമൊക്കെ. ആ ഒരു പതിഞ്ഞ താളം നമുക്ക് ത്രൂ ഔട്ട് സിനിമയിൽ കാണാൻ പറ്റും. ഇത്തരം സിനിമകളൊക്കെ പേഴ്സണലി താല്പര്യമുള്ളത് കൊണ്ട് തന്നെ സിനിമയുടെ വേഗത എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. പ്രധാനപ്പെട്ട ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ലെവൽ ക്രോസ് ആണ്. മരുഭൂമി പോലുള്ള ആളൊഴിഞ്ഞൊരു പ്രദേശത്തുള്ള ഒരു ലെവൽ ക്രോസ്. അവിടുത്തെ ജീവനക്കാരനായിട്ടുള്ള രഘു എന്ന കഥാപാത്രമായിട്ടാണ് ആസിഫ് അലി എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രെയിനിൽ നിന്ന് ആക്സിഡൻ്റലി വീണ് ഈ ഒരു ലെവൽ ക്രോസിൽ അഭയം പ്രാപിക്കുന്ന ഷെയ്ത്താലി എന്ന് പറയുന്ന കഥാപാത്രമായിട്ട് അമലാപ്പുഴ എത്തിയിട്ടുണ്ട്. ഈ ഒരു ലൊക്കേഷൻ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അവിടുത്തെ സെറ്റ് വർക്കൊക്കെ നന്നായിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി, ഫ്രെയിംസ് ഇതൊക്കെ ടോപ്പ് ക്വാളിറ്റിയാണ്. സിനിമയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ്റെ പെർഫോമൻസ് ആണ്. എന്തൊരു ക്രിമിനലി അണ്ടർറേറ്റഡ് പെർഫോമറാണ് അദ്ദേഹം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആക്ടറാണ് അദ്ദേഹം എന്നുള്ളത് ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. അരുൺകുമാർ അരവിന്ദിൻ്റെ കാറ്റ് എന്ന് പറയുന്ന സിനിമയിലെ നൂഹുക്കൺ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ശേഷം ആസിഫിൻ്റെ മറ്റൊരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ഈ സിനിമയിലെ രഘു എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അമലപ്പോളും ഷറഫുദ്ദീനും ഒക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി പ്രധാനമായിട്ടും ഒരു ആസിഫ് അലി ഷോ തന്നെയാണ് സിനിമ. ലെവൽ ക്രോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ലൊക്കേഷനും അവിടുത്തെ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ത്രൂ ഔട്ട് നമുക്ക് ഇത് യാഥാർത്ഥ്യമാണോ, ഈ കാണുന്നത് റിയാലിറ്റി ആണോ എന്നുള്ളൊരു ചിന്തയും ഒരു കൺഫ്യൂഷനൊക്കെ കടന്നു വരും. ഇടവേളയോടടുത്ത് സിനിമ വേറൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്. രണ്ടാം പകുതി കുറേ കൂടിയൊക്കെ എൻഗേജിങ് ആണ്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നല്ല ട്വിസ്റ്റുകളൊക്കെ കടന്നു വരുന്നുണ്ട്, ക്ലൈമാക്സിൽ ഉൾപ്പെടെ. ഇതിലെല്ലാം ഒന്നും അൺപ്രഡിക്റ്റബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ കൂടി ചിലതൊക്കെ നന്നായിട്ട് സർപ്രൈസ് ചെയ്യിക്കുന്നുണ്ട്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വർക്കും എടുത്തു പറയേണ്ടതാണ്. പാട്ടുകളും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ നന്നായിരുന്നു. വളരെ കുറച്ച് കഥാപാത്രങ്ങളുള്ള സിനിമയിൽ ഓരോ കഥാപാത്രത്തിൻ്റെയും പോയിന്റ് ഓഫ് വ്യൂവിൽ കഥ പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മളെ വളരെ നന്നായിട്ട് എൻഗേജ് ചെയ്യിക്കുന്നതിനും അതുപോലെ തന്നെ കൺഫ്യൂസ് ചെയ്യിക്കുന്നതിനൊക്കെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും ആ ഒരു ലൊക്കേഷനൊക്കെ കണ്ടപ്പോൾ അവസാനത്തേക്കൊക്കെ കടക്കുമ്പോൾ സിനിമ വേറൊരു ഘട്ടത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു തലത്തിലേക്കൊക്കെ കടക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്നു. ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള നാച്ചുറൊക്കെ സിനിമയ്ക്ക് ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയിരുന്നു. ആ ഒരു രീതിയിലേക്കൊന്നും സിനിമ അവസാനത്തേക്ക് അടുത്തപ്പോൾ വന്നിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ആകത്തുകയിൽ നോക്കുമ്പോൾ ഒരു ഡീസൻറ്റ് മൂവി അല്ലെങ്കിൽ ഒരു വാച്ചബിൾ മൂവി എന്നൊക്കെ പറയാവുന്ന ഒരു പടമാണ് ലെവൽ ക്രോസ്. അതോടൊപ്പം തന്നെ ഞാൻ കുറച്ചും കൂടിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് കൂടി ചേർത്ത് വയ്ക്കാം. നിങ്ങൾക്ക് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ത്രില്ലർ സിനിമകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, താല്പര്യമാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതോടൊപ്പം തന്നെ നല്ല കുറച്ച് പെർഫോമൻസുകൾക്ക് വേണ്ടിയിട്ടും ലെവൽ ക്രോസ് കാണാവുന്നതാണ്. സിനിമ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്പോയിലേഴ്സ് ഒഴിവാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതുക. സിനിമ കാണാത്തവർക്ക് അത് തീർച്ചയായിട്ടും ഉപകരിക്കും. മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.